ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്തത് ഏറ്റവും വലിയ ചെറ്റത്തരമാണ് എന്ന് നാട്ടുകാരെല്ലാവരും പറയും, കമ്മികളും എല്ലാവരും പറയും. സുരേഷ് ഗോപി നിവേദനം തിരിച്ചു കൊടുത്തതും കൊണ്ട് അപ്പൊ തന്നെ കമ്മികളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളുടെ വീട്ടിൽ പോയിട്ട് വീട് ശരിയാക്കി കൊടുക്കാന്നും പറഞ്ഞു വീട് ശരിയാവും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വീട് ശരിയാക്കണം പറഞ്ഞിട്ട് ഈ വ്യക്തി കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വില്ലേജിൽ എല്ലാവരുടെയും കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യവും നടന്നില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ അടുത്ത് നിവേദനം കൊടുക്കണ ഒരു വീഡിയോ വൈറലായി, അയാൾക്ക് വീട് റെഡിയായി. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ കുട്ടി ഒന്നില്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം. ക്ലാസ് ടീച്ചറെ വേണിച്ച HMന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അല്ലാണ്ട് 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി നേരെ പോയിട്ട് +2 പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൽ കുറച്ച് അറിവില്ലായ്മ നല്ല പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം വാർഡ് മെമ്പറിന്റെ അടുത്താണ് പോകേണ്ടത്. വാർഡ് മെമ്പറെ ശരിയാക്കിയിട്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോകും. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആക്ച്വലി പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ട. അത് പറ്റിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പോവാം, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോകണം. നിങ്ങൾ ഡയറക്റ്റ് MP-ന്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല. കാരണം MP-ക്ക് MP-യുടേതായ കുറച്ച് പരിമിതികളുണ്ട്. ഈ MP ഫണ്ട് പറഞ്ഞിട്ട് ഒരു വർഷത്തിന് 5 കോടി രൂപയാണ് MP-ക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ 5 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കാം എന്നത് തീരുമാനിക്കുന്നത് MP ആണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് MP-ക്ക് MP-യുടേതായ ഒരു പരിമിതികൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ